ട്രയംഫ് അക്കാഡമിയുടെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് കെമിസ്ട്രിയുടെ പീരീഡ് ആണ് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ എടുത്തത്. കാണാത്തവരുണ്ടെങ്കിൽ ഇനിയും പോയി കാണുക. സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒരിക്കലും മറക്കാതിരിക്കുക. അതുപോലെ SSLCയുടെ ടെക്സ്റ്റുകൾ അവൈലബിളായി തുടങ്ങിയിട്ടുള്ള സമയമാണിപ്പോൾ. അപ്പോൾ എന്തായാലും ഒന്നാമത്തെ പാഠം കെമിസ്ട്രി സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഗ്രൂപ്പ് നമുക്ക് വഴിയെ പഠിക്കാവുന്നതാണ്. ആദ്യത്തെ ചാപ്റ്റർ ഏകദേശം ഡീൽ ചെയ്യാൻ നമുക്ക് കയ്യിലുള്ള ഈ പീരിയഡിലെ 30 എലമെൻ്റൊക്കെ ഏകദേശം മതിയാവും. അപ്പം അതുകൊണ്ട് അത് മാത്രം ബേസിക്കായിട്ട് പഠിപ്പിച്ചുകൊണ്ട് ഞാൻ ഒന്നാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. എല്ലാവരും വളരെ വേഗമായിട്ട് ടെക്സ്റ്റ് തന്നെ ഫോളോ ചെയ്ത് പറഞ്ഞു പോകുന്ന ഒരു തരത്തിലുള്ള വീഡിയോസാണ് നമുക്ക് മാക്സിമം അവൈലബിൾ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ചെറുതായിട്ടൊരു വ്യത്യസ്തമായി ടെക്സ്റ്റ് ബേസ് അല്ലാതെ കുറച്ചുകൂടെ പുറത്തുനിന്ന്, കാരണം ഇപ്പോഴത്തെ SSLC നമുക്ക് പ്രതീക്ഷിക്കാവുന്നതിനും അപ്പുറത്തേക്കാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം വരാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു പോർഷൻ പഠിക്കുമ്പോൾ അതിനെപ്പറ്റി കോൺസെപ്റ്റും കാര്യങ്ങളെല്ലാം വളരെ ക്ലിയറായിട്ട് നമുക്ക് ലഭിക്കണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു ശ്രമത്തിലാണ് ഞാൻ ഈ ഒരു വീഡിയോ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് പഠിക്കേണ്ട പാഠം എന്ന് പറഞ്ഞാൽ നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ആൻഡ് ഐസോമർസുമാണ്. കഴിഞ്ഞ വർഷത്തെ SSLC അനുസരിച്ച് കണ്ടൻറ്റ് കൂടുതലാണ്. അപ്പോൾ നോമൻക്ലേച്ചർ എന്ന് നമുക്ക് കേൾക്കുമ്പോൾ വളരെ ഓർഗാനിക് കെമിസ്ട്രി കൊണ്ട് ഭയങ്കര ടഫാന്നൊക്കെ തോന്നുന്നു. പക്ഷേ ഇല്ല, വളരെ സിമ്പിളാണ്. നമുക്ക് മാത്സിൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമ്മൾ പഠിച്ചിട്ടൊരു കാൽക്കുലേഷൻ ചെയ്യുന്നത് പോലെ നമ്മളീ പറയുന്ന ഓർഗാനിക് കെമിസ്ട്രിയിൽ നമുക്ക് പഠിക്കാനുള്ളൊരു റൂട്ട് ഫോംസ് ഉണ്ട്. ആ റൂട്ട് ഫോംസിനെ നമുക്കിപ്പോൾ പരിചയപ്പെടാം ആദ്യമായിട്ട്. അപ്പോൾ സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞാൽ റൂട്ട് ഫോംസിനെ നന്നായി പഠിച്ച് ബൈഹാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നോക്കാം. കാർബൺ, നമുക്കറിയാം കാർബൺ എന്ന് പറഞ്ഞാൽ 6ാമത്തെ അറ്റോമിക് നമ്പർ വരുന്ന, അല്ലെങ്കിൽ 6 അറ്റോമിക് നമ്പറായി വരുന്ന ഒരു എലമെൻറ്റാണ്. അപ്പോൾ അതിൽ C എന്ന് മാത്രമാണെങ്കിൽ ഒരു കാർബൺ ആറ്റമാണ് അവിടെ പ്രസൻ്റ് എങ്കിൽ നമ്മൾ പറയുന്ന കോമ്പൗണ്ടിൽ ഒരു കാർബൺ ആറ്റം വെച്ചുള്ളതാണെങ്കിൽ അതിനെ മെത്തെന്നും, 2 ആണെങ്കിൽ എത്തെന്നും, 3 ആണെങ്കിൽ പ്രൊപ്പെന്നും, 4 ആണെങ്കിൽ ബ്യൂട്ടെന്നും, 5 പെൻറ്റ്, 6 ഹെക്സ്, 7 ഹെപ്റ്റ്, 8 ഒക്റ്റ്, 9 നണ്ണ്, 10 ഡെക്ക്, ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പറയാം C മെത്ത്, C2 വന്നാൽ എത്ത്, C3 പ്രൊപ്പ്, C4 വന്നാൽ ബ്യൂട്ട്, C5 പെൻറ്റ്, C6 ഹെക്സ്, C7 ഹെപ്റ്റ് ആൻഡ് C8 ഒക്റ്റ്, C9 നൺ ആൻഡ് C10 ഡെക്ക്. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് നെയിമിങ് ചെയ്യാനായിട്ട് കഴിയുന്നത്. നെയിമിങ് ചെയ്ത് തന്നെ മസ്റ്റായിട്ട് നമ്മളിത് പഠിച്ചേ പറ്റില്ല, വേറെ രക്ഷയില്ല. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് നെയിമിങ്ങിൽ ഇതാണ്. ഇനി നമ്മൾ അറിയാൻ പോകുന്നത്, നമുക്കറിയാം ഹൈഡ്രോ കാർബണിലെ കാർബണിനാണ് വളരെയധികം ഇമ്പോർട്ടൻസ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. കാർബണിൻ്റെ അറ്റോമിക് നമ്പർ 6. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ നമുക്കറിയാം 2ഉം 4ഉം ആണ്. 4 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ വരുന്ന ഇലക്ട്രോണാണ്. അപ്പോൾ ഒരു കാർബൺ ആറ്റത്തിന് 4 അനദർ ആറ്റംസുമായിട്ട് ബോണ്ടിൽ ഏർപ്പെടാനുള്ള സൗകര്യം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ആദ്യം നോക്കാം. CH4 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മീഥേൻ എന്നറിയപ്പെടും. മീഥേൻ കാർബൺ, അതിൽ കാർബൺ സെൻറ്റർ വന്നിട്ട് 4 ഹൈഡ്രജൻ ആറ്റംസുമായിട്ട് ബോണ്ട് ചെയ്താണ് ഈ ഒരു സ്ട്രക്ചർ ഇവിടെ ഉണ്ടാവുന്നത്. ഈ ഫോമിനെ സ്ട്രക്ചേർഡ് ഫോമുല എന്ന് പറയും, സ്ട്രക്ചറൽ ഫോമുല എന്ന് പറയും. ഓക്കെ. അപ്പം CH4 ഉണ്ടാവാൻ കാരണം Cക്ക് 4 വാലൻസി ഉണ്ട്. 4 വാലൻസിൽ എന്ത് ചെയ്യുന്നു? ഹൈഡ്രജൻ വന്ന് അറ്റാച്ച് ചെയ്യുന്നു. അതുപോലെയാണ് അത് നമ്മളിപ്പോൾ വിളിക്കുന്ന മീഥേനാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. താഴോട്ട് നമുക്ക് ഈഥെയിൻ, പ്രൊപ്പെയിൻ, ബ്യൂട്ടേൻ. ഈഥെയിനിലാണെങ്കിൽ നമുക്കറിയാം 2 കാർബൺ ആറ്റം ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എത്തെന്നുള്ള റൂട്ട് വേർഡ് അതിൻ്റെ കൂടെ എയിനും കൂടെ ചെയ്യുമ്പോൾ സിംഗിൾ ബോണ്ട് ആകുമ്പോൾ നമ്മൾ എയിൻ എന്ന് വിളിക്കും, ഡബിൾ ബോണ്ട് ആകുമ്പോൾ ഈനെന്ന് വിളിക്കും, ട്രിപ്പിൾ ബോണ്ട് ആകുമ്പോൾ ഒയിൻ എന്ന് വിളിക്കും. അത് നമ്മളിനി അങ്ങോട്ട് പോകുന്ന ക്ലാസ്സിൽ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും പറ്റി പഠിപ്പിക്കാം. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് സിംഗിൾ ബോണ്ട് മാത്രമാണ്. അത് എയിനിൽ വെച്ച് അവസാനിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ റൂട്ട് വേർഡ് പഠിച്ചു വയ്ക്കുന്നത്. റൂട്ട് വേർഡ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ ബോണ്ടാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന സഫിക്സുകൾ ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ മെത്ത് എന്നുള്ളതിന് മെത്തേൻ അല്ലെങ്കിൽ മീഥേൻ നമ്മൾ പറയാം. എത്ത് വന്ന് ഈഥേൻ. അപ്പോൾ ഈഥേനിൽ 2 കാർബൺ ആറ്റം 4 വെച്ച് ഷെയർ ചെയ്യണതിന് പകരം ഇവിടെ 3 ഹൈഡ്രജൻ ആറ്റവും 1 കാർബൺ ആറ്റം രണ്ടാമത് വന്നിരിക്കുന്നതുകൊണ്ട് അതും കൂടെ ആയിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ഒരു ബോണ്ട് കാർബണിലേക്ക് പോയിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് കാർബണിൻ്റെ രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൻ്റെയും ഒരു ബോണ്ട് കാർബണായിട്ട് ഷെയർ ചെയ്തുകൊണ്ട് ബാക്കി 3 ബോണ്ട് മാത്രമേ ഹൈഡ്രജനായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. താഴോട്ട് പെൻറ്റേൻ ആകുമ്പോൾ അങ്ങനെ തന്നെയാണ്. ഇടയ്ക്ക് വരുന്ന ബോണ്ടുകളിൽ 2 ഹൈഡ്രജൻ ആറ്റം വീതവും അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രം 3 ഹൈഡ്രജൻ ആറ്റം വീതവും ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെയാണ് താഴോട്ട് പോകുന്നത്. അപ്പോൾ നമുക്കൊരു 10-20 ഹൈഡ്രോ കാർബൺസ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം, ഓട്ടിച്ച് നോക്കാം. അതിൻ്റെ ഇനിയാണ് ഞാൻ പറയാൻ പോകുന്ന 2 ഫോം. ഞാനിപ്പോൾ സ്ട്രക്ചറൽ ഫോമുല പറഞ്ഞു. ഇനി കണ്ടൻസ്ഡ് ഫോമുല, സ്ട്രക്ചറൽ ഫോമുല നോക്കാം. കണ്ടൻസ്ഡ് സ്ട്രക്ചറൽ ഫോമുല എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CH4 ഇതിനെ ചുരുക്കെഴുത്താണ്, നമ്മൾ ചുരുക്കെഴുത്തിലാണ് ഇത് യൂസ് ചെയ്യുന്നത്.
അതാണ് CH4 വന്നാൽ അതിനെ മീഥേൻ എന്ന് വിളിക്കും. CH3 വന്നാൽ ഈഥേൻ എന്ന് വിളിക്കും. CH3 വന്നാൽ പ്രൊപ്പെയിൻ. CH3 വന്നാൽ ബ്യൂട്ടേൻ. CH3 വന്നാൽ പെൻറ്റേൻ. അതിന് നമുക്ക് ഇപ്പുറത്തെ മോളിക്കുലർ ഫോമുല നോക്കാം. CH4 മീഥേൻ, C2H6 ഈഥേൻ, C3H8 പ്രൊപ്പെയിൻ ആൻഡ് C4H10 ബ്യൂട്ടേൻ, C5H12 പെൻറ്റേൻ. 5 ഞാനിപ്പോൾ പറയുന്നുള്ളൂ. ബാക്കി നിങ്ങൾ ഈ ഒരു സ്ക്രീനിൽ നോക്കി തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഇങ്ങനെ പോയിരിക്കുന്നത്. ഓക്കെ, ഇതെല്ലാം ആൽക്കെയിൻ ഗ്രൂപ്പിൽ വരുന്നതാണ്. അതായത് സിംഗിൾ ബോണ്ടഡ് ആണ് വരുന്നത്. അതുകൊണ്ട് എയിൻ ഗ്രൂപ്പിൽ വരുന്നതാണ്. അവസാനിക്കുന്നത് എപ്പോഴും ANE എന്ന് പറയുന്ന ഒരു ഫോർമാറ്റിലായിരിക്കും. ഇനി ഹൈഡ്രോ കാർബൺസ് നമ്മൾ നെയിംസ് കൊടുക്കാനുള്ള ജസ്റ്റ് റൂട്ട് വേർഡും സഫിക്സും ഒക്കെ നമ്മൾ പറഞ്ഞു. എങ്കിൽ നമുക്കിപ്പോൾ ഒരു ഹൈഡ്രോ കാർബൺ എഴുതി കഴിഞ്ഞാൽ ഇപ്പോൾ CH4 നിങ്ങൾക്കറിയാമെങ്കിൽ ബാക്കി താഴോട്ടുള്ള നമ്മൾ എങ്ങനെ ഫോളോ ചെയ്ത് എഴുതുന്നതിന് ഒരു ഇക്വേഷനുണ്ട്. ആ ഇക്വേഷനാണ് അല്ലെങ്കിൽ ജനറൽ ഫോമുലയാണ് CnH2n+2. ആ n എന്നുള്ളിടത്ത് നമുക്ക് 1 2 3 4 5 6 അങ്ങനെ എക്സെട്ര നമുക്ക് കൊടുക്കാവുന്നതാണ്. C1 കൊടുക്കുകയാണെങ്കിൽ H2 × 1+2 ആവും. അങ്ങനെയാണെങ്കിൽ CH4 എന്ന ആദ്യത്തെ നമ്പർ കിട്ടും. 2 കൊടുക്കുമ്പോൾ C2H6 എന്ന് പറയുന്നത് കിട്ടും. അതായത് C2H2 × 2+2 2 × 2+2 എന്നുമ്പോൾ 4+2 ഉത്തരം C2H6 എന്നാവും. അപ്പോൾ അങ്ങനെ വളരെ എളുപ്പത്തിലാണ് നമുക്ക് കൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ നമ്മൾ ഫോർമുല അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനുശേഷം നമ്മളിങ്ങനെ നോക്കുമ്പോൾ അതായത് നിങ്ങൾ മീഥേൻ, ഈഥേൻ, പ്രൊപ്പൈൻ, ബ്യൂട്ടേൻ, പെൻറ്റേൻ, ഹെക്സേൻ്റെ ഒക്കെ മോളിക്കുലർ ഫോമുല എഴുതാൻ ഈ ഒരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ സാധിക്കും. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് ഓർഗാനിക് കെമിസ്ട്രിയുടെ റൂട്ട് ഫോംസ് എങ്ങനെയാണെന്ന് പഠിച്ചു, സഫിക്സ് പഠിച്ചു. ഇപ്പോൾ നമുക്ക് താഴോട്ട് നമുക്കൊരു ഒരു എലമെൻറ്റ് കിട്ടാൻ ഒരു എലമെൻ്റ് അല്ല ഒരു കോമ്പൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ കോമ്പൗണ്ടിന് താഴേക്ക് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് എങ്ങനെ എഴുതാമെന്നും നമ്മളിപ്പം ശ്രദ്ധിക്കണം. ഇനി അടുത്ത് നമുക്ക് അതിൽ നിന്ന് മോളിക്കുലർ ഫോമുല കഴിഞ്ഞു. അതിന് ശേഷം നമുക്ക് നോക്കാനുള്ളത് ഇനിയാണ് നോമൻക്ലേച്ചർ ഓഫ് ആൽക്കനി വിത്ത് 1 ബ്രാഞ്ച്. ഇനി ബ്രാഞ്ചഡായിട്ടുള്ള ഒരു ടൈപ്പിലേക്ക് നമ്മൾ ഇതുവരെ പോയില്ല. നമ്മളെല്ലാം ഒറ്റ സ്ട്രാൻഡിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി ബ്രാഞ്ച് വരുമ്പോൾ എങ്ങനെ നോക്കാം. സ്ട്രക്ചറൽ ഫോമുല ഹൈഡ്രോ കാർബൺ വിത്ത് 1 ബ്രാഞ്ച് നമ്മുടെ ടെക്സ്റ്റിൽ ആദ്യമായിട്ട് കൊടുത്തിരിക്കുന്നത് തന്നെയാണ് ഞാനിവിടെ കാണിച്ചിരുന്നത്. CH3 സിംഗിൾ ബോണ്ട് CH3 CH2 CH3. ആ CH3 എന്ന് പറഞ്ഞാൽ താഴോട്ട് വന്നിരിക്കുന്നു. അതാണ് ബ്രാഞ്ച് എന്ന് വിളിക്കുന്നത്. അപ്പം ഇതിലെ 2 തരത്തിൽ ബ്രാഞ്ച് നമുക്ക് പരിചയപ്പെടാം. ഒന്ന് മെയിൻ ബ്രാഞ്ചും ഒന്ന് ബ്രാഞ്ച്. നമുക്ക് ആ ചെറിയ തരത്തിലുള്ള ഒരു പ്രൊജക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് വിളിക്കും? അതിനാണ് നമ്മൾ ബ്രാഞ്ച് എന്ന് വിളിക്കുന്നത്. അപ്പം മെയിൻ ബ്രാഞ്ച് എന്ന് പറയുന്നത് ഇപ്പോൾ നോക്കി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ CH3 CH2 CH3യിൽ ബ്രാഞ്ച് എന്ന് പറയുന്നത് CH3 ആണ്. എങ്കിൽ താഴത്തിൽ അതുപോലെ നമുക്ക് തോന്നിക്കുന്നു എങ്കിലും താഴെ ഈഥേൻ്റെയാണ് ബ്രാഞ്ച് വന്നിരിക്കുന്നുണ്ട്. ഈഥെയിൽ എന്നാണ് നമ്മൾ അതിൽ ബ്രാഞ്ചിൽ വരുമ്പോൾ വിളിക്കുന്നത്. അതുകൊണ്ട് ബ്രാഞ്ചുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ സ്ട്രെയിറ്റ് അല്ല അവിടെ ബ്രാഞ്ച് എന്ന് പറയുന്നത്. താഴെ വന്നിരിക്കുന്ന ബ്രാഞ്ചാണ് അതിൻ്റെ മെയിൻ ബ്രാഞ്ചും മറ്റ് സ്ട്രെയിറ്റ് ലൈനായിട്ട് പോയിരിക്കുന്നത് ബ്രാഞ്ചുമായി മാറിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും നിങ്ങൾ നന്നായി പഠിച്ചാൽ മാത്രമേ ഇതിൻ്റെ ബേസിൽ നമുക്ക് എത്താൻ പറ്റൂ. അതിനുശേഷം മാത്രമാണ് നമുക്കൊരു കണക്കിലോട്ട് പോകാൻ പറ്റുന്നത്. പക്ഷേ ഇത് ബേസ് കിട്ടിയിട്ടില്ല എങ്കിൽ നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി എത്ര തന്നെ പഠിക്കാൻ ശ്രമിച്ചാലും നമുക്കത് മനസ്സിലാവാതെ പോകും. അതുകൊണ്ട് ബേസിക് കോൺസെപ്റ്റ് ക്രിസ്റ്റൽ ക്ലിയറാക്കി നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കാം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ പഠിച്ച് റെഡിയാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇത്രയും നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യത്തെ ഒരു വട്ടം നോക്കി അതിനെ പഠിച്ച് നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കുക. അതിനുശേഷം നമുക്ക് രണ്ടാമത്തെ പാർട്ടുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.